റോയൽ എയർഫോഴ്സിലുള്ള ഒരു F-35 വിമാനം കഴിഞ്ഞ ജനുവരി മാസം 20 അവരുടെ എയർ സ്പേസിൽ റുട്ടീൻ മിഷൻ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ ആ വിമാനം പറന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ വിമാനത്തിലുണ്ടായിരുന്ന പൈലറ്റിന് വിമാനം ഷേക്ക് ആകുന്നത് പോലെ തോന്നി. തുടർന്ന് വിമാനത്തിന്റെ ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റം തകരാറിലായി. അത് മുഴുവനായും അതിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുത്താൻ തുടങ്ങി. ഭയന്നുപോയ പൈലറ്റ് തൊട്ടടുത്തുള്ള എയർ സ്പേസിൽ ആ വിമാനത്തെ ഉടൻ തന്നെ ഗ്രൗണ്ട് ചെയ്യുന്നു. ഏകദേശം ഒരു വലിയ ഡിസാസ്റ്റർ അവിടെ മാറിപ്പോയിട്ടുണ്ടെന്ന് പറയാം. അങ്ങനെ ഇറങ്ങിയതിനു ശേഷം ഇതിന്റെ കാരണം തിരഞ്ഞപ്പോൾ അവർക്ക് അവിടെ കാത്തിരുന്നത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു. ഈ സംഭവം എങ്ങനെ ഉണ്ടായി, ഇതിന് പുറകിലുള്ള ആ ഒരു ഞെട്ടിപ്പിക്കുന്ന കാരണം എന്താണ്, ഇവയെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാൻ പോകുന്നത്. ജനുവരി മാസം 20 ബ്രിട്ടന്റെ സമയമനുസരിച്ച് 12:30 ബ്രിട്ടന്റെ റോയൽ എയർഫോഴ്സിലുള്ള F-35 വിമാനം തന്റെ റെഗുലർ ഇന്റലിജൻസ് ഗ്യാതറിംഗ് ആൻഡ് റൊട്ടീൻ മിഷൻസിന് വേണ്ടി അവരുടെ എയർ സ്പേസിനുള്ളിൽ പറന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ വിമാനം ടേക്ക് ഓഫ് ആയ അടുത്ത 15 മിനിറ്റിൽ ആ വിമാനത്തിന്റെ പൈലറ്റ് ഒരു പ്രശ്നം ശ്രദ്ധിച്ചു. ആ വിമാനത്തിന്റെ ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്ന ഡിജിറ്റൽ സിസ്റ്റത്തിൽ ചില തകരാറുകൾ ഉണ്ടാകുന്നു. കൂടാതെ അദ്ദേഹത്തിന്റെ ആ ഡിജിറ്റൽ സ്ക്രീനിൽ അദ്ദേഹത്തിന് മുൻപിലുണ്ടായിരുന്ന ഓൺബോർഡ് ഡിജിറ്റൽ സ്ക്രീനിൽ ചില ബ്ലഡ് വിഷൻസും ശ്രദ്ധിച്ചു. ഇതിനുശേഷം വിമാനത്തിന്റെ സമ്മർദ്ദം താഴെ കുറയാൻ തുടങ്ങി. അതിന്റെ എഞ്ചിന്റെ ഔട്ട്പുട്ട്, അതിൽ നിന്നും ഉണ്ടാകുന്ന ത്രസ്റ്റിന്റെ ഔട്ട്പുട്ട് ഗ്രാജുവലി കുറയുന്നത് ശ്രദ്ധിച്ചു. ഉടൻ തന്നെ കൺട്രോൾ റൂമിൽ വിവരം അറിയിച്ചു. ഒരു എമർജൻസി ലാൻഡിംഗിനായി ഒരുങ്ങുന്നു. ഈ F-35 വിമാനങ്ങളെ സംബന്ധിച്ച് 2013 മുതൽ ഇന്ന് വരെയും സംഭവിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഇൻസിഡന്റ്സ് എടുത്തു നോക്കിയാൽ അവയെല്ലാം ക്രാഷിൽ മാത്രമേ അവസാനിച്ചിട്ടുള്ളൂ. അങ്ങനെയുള്ള ക്രാഷ് ഒന്നും ഇതിൽ സംഭവിക്കാൻ പാടില്ല എന്നതിനു വേണ്ടി വളരെ ശ്രദ്ധിച്ച് ഈ ഒരു വിമാനത്തെ താഴെ ഇറക്കുന്നു. വളരെ ചെറിയ ഡാമേജസ് മാത്രമേ ആ വിമാനത്തിനുള്ളൂ. പൈലറ്റിന് യാതൊരു പ്രശ്നവും അവിടെ സംഭവിച്ചില്ല. എന്തുകൊണ്ട് ഇങ്ങനൊരു പ്രശ്നം വന്നിട്ടുണ്ടാകും? ഒരുപക്ഷെ ഡ്രോൺ എന്തെങ്കിലും ഇമ്പാക്ട് സൃഷ്ടിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തകരാറുണ്ടോ എന്നുള്ള ഒരു കാരണം തിരയുമ്പോഴാണ് മനസ്സിലായത് ആ സീക്രട്ട് എക്സ്പ്ലോസീവ് ഏജന്റ് മറ്റൊന്നുമല്ല, ബേർഡ് സ്ട്രൈക്ക് ആണെന്ന്. കേൾക്കാൻ തന്നെ നിങ്ങൾക്ക് വളരെ തമാശയായി തോന്നുന്നു അല്ലേ? സത്യത്തിൽ അങ്ങനെയല്ല. നമ്മളെല്ലാവരും എന്തായിരിക്കും ചിന്തിക്കുക? ഒരു എയർക്രാഫ്റ്റിനെ വീഴ്ത്തണം, അതിനെ ആക്രമിക്കണമെന്നുണ്ടെങ്കിൽ $1 മില്യൺ ചിലവഴിച്ച് ഒരു എയർ ടു എയർ മിസൈലോ സർഫസ് ടു എയർ മിസൈലോ ഉപയോഗിച്ചാൽ മതി. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില മെക്കാനിസത്തിലൂടെ വെടിവെച്ച് വീഴ്ത്താമെന്നൊക്കെ ചിന്തിക്കും. പക്ഷെ രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം യുദ്ധമല്ലാത്ത സാഹചര്യത്തിൽ ഫ്രണ്ട്ലി ഫയറിലൂടെയോ അല്ലെങ്കിൽ മിസ് ഫയർ ആയി അവരുടെ രാജ്യത്തെ വിമാനങ്ങളെ അവർ തന്നെ വെടിവെച്ച് വീഴ്ത്തുക, ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ മിസൈൽസ് കാരണം വീഴ്ത്തപ്പെട്ട വിമാനങ്ങളെക്കാട്ടിലും പക്ഷികൾ കാരണം വീഴ്ത്തപ്പെട്ട വിമാനങ്ങളുടെ എണ്ണം എന്നത് വളരെ കൂടുതലായിരുന്നു. ഇനി ഈ ഒരു സംഭവത്തെ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം, അല്ലെങ്കിൽ F-35 വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനു മുൻപ് 2021 മുതൽ ഇന്ന് വരെയും 5 പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഈ ഒരു സംഭവവുമായി ചേർന്ന് നടന്നിട്ടുണ്ട്. അതും പക്ഷികൾ കാരണം സംഭവിച്ചത്. 2022 സൗത്ത് കൊറിയയുടെ F-35 വിമാനം പറന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കഴുകൻ വന്നതിൽ തട്ടുന്നു. ഏകദേശം ആ കഴുകന്റെ ഭാരം തന്നെ 10 കിലോ ഉണ്ടാകുമെന്നും പറയുന്നു. സാധാരണ അതിവേഗത്തിൽ ഇങ്ങനെ ഒരു വിമാനം പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ ചെറിയൊരു ഇമ്പാക്ട് സംഭവിച്ചാലും അത് യാത്ര ചെയ്യുന്ന വേഗത കാരണം അതിനൊരുപാട് പ്രശ്നം സൃഷ്ടിക്കും. അങ്ങനെ ഒരു കഴുകൻ അതിൽ തട്ടിയതിനു ശേഷം ആ ഒരു വിമാനത്തിന് മുഴുവൻ നിയന്ത്രണം നഷ്ടപ്പെടുന്നു. തുടക്കത്തിൽ ഞാൻ പറഞ്ഞ സംഭവം ഒരു പരിധിവരെയും പ്രശ്നമില്ലായിരുന്നു. അതിന്റെ ഓൺബോർഡ് സിസ്റ്റംസ് എല്ലാം ഒരു പരിധിവരെ വർക്കായിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ ഈ വിമാനത്തിന്റെ ഏരിയൽ ഡിസൈനും അത് പറന്നുകൊണ്ടിരിക്കുന്ന രീതിയും വെച്ച് അത് ഗ്ലൈഡ് ചെയ്തുകൊണ്ടുവന്ന് അതിന്റെ ലാൻഡിംഗ് ഗിയർ ഓപ്പൺ ആകാതെ ഉടനെ അത് ബെല്ലി ലാൻഡ് ആകുന്നു. അങ്ങനെ ആ ഒരു വിമാനം താഴെ ലാൻഡ് ചെയ്തു. പക്ഷെ അതിന് എക്സ്റ്റെൻസീവ് ഡാമേജ് സംഭവിച്ചു. സാധാരണ ഒരു പക്ഷി അതിന്റെ എഞ്ചിനിൽ തട്ടിയത് മൂലം 300 വൈറ്റൽ കോമ്പണന്റ്സ് ആയിരുന്നു അവിടെ തകരാറിലായത്. അതിന്റെ എയർ ഫ്രെയിം, ഓൺബോർഡ് സെൻസേഴ്സ്, അതിന്റെ എഞ്ചിൻസിന്റെ പ്രൊപ്പൽഷൻ സിസ്റ്റം, വിങ്സ് കൺട്രോൾ മെക്കാനിസം, ഇവയെല്ലാം ചേർന്ന് 300-ലധികം കോമ്പണന്റ്സ് ആയിരുന്നു തകരാറിലായത്. അതിനെ വീണ്ടും ശരിയാക്കിയെടുക്കാൻ കഴിയുമെന്ന വിശ്വാസം തന്നെ സൗത്ത് കൊറിയയ്ക്ക് നഷ്ടമായി. 2023 അതിനെ മുഴുവനായും അവർ ഡിസ്മാന്റിൽ ചെയ്തു. 2022 ഇതുപോലെ F-18 സൂപ്പർ ഹോർണറ്റ്, അമേരിക്കയുടെ വിമാനം, ഇതുപോലെ ഒരു ബേർഡ് സ്ട്രൈക്കിന് ഇരയായി. അങ്ങനെ ആ പക്ഷി ആ വിമാനത്തിന്റെ വിങ് ഷീൽഡ് തകർത്തുകൊണ്ട് അകത്തേക്ക് കയറി. കൂടാതെ പൈലറ്റിന്റെ ഹെൽമെറ്റിനെയും ഡാമേജ് ചെയ്തു. അകത്തുണ്ടായിരുന്ന ഓക്സിജൻ സപ്ലൈ കിറ്റ് പോലും ഡാമേജ് ആയി. തുടർന്ന് അകത്തുണ്ടായിരുന്ന പൈലറ്റ് എജക്ട് ആയി. പക്ഷേ വിമാനം താഴെ വീണ് ക്രാഷ് ആയി. 2024 പോലും അമേരിക്കയുടെ F-35 വിമാനം ഇതുപോലെ ഒരു ബേർഡ് സ്ട്രൈക്കിന് ഇരയായി. ഈ ബേർഡ് സ്ട്രൈക്കിലും ആ കോക്പിറ്റിൽ ഒരു വലിയ ദ്വാരം തന്നെ ഉണ്ടാക്കി. കൂടാതെ ആ പൈലറ്റിന്റെ ഹെൽമെറ്റ് മൗണ്ടഡ് ഡിസ്പ്ലേയും ഡാമേജ് ആക്കി. കാരണം F-35 സംബന്ധിച്ച് അതിൽ അഡ്വാൻസ്ഡ് ഏവിയോണിക്സ് ഉണ്ട്. ഈ ഹെൽമെറ്റ് മൗണ്ടഡ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല. സാധാരണ മുൻപുണ്ടായിരുന്ന വിമാനങ്ങളിൽ ഒരു ടാർഗറ്റിനെ ലോക്ക് ചെയ്യണം, അല്ലെങ്കിൽ ആ പൈലറ്റ് ഏത് ഭാഗത്തേക്ക് ടാർഗറ്റ്
കോർഡിനേറ്റ്സ് നൽകണമെന്നുണ്ടെങ്കിൽ അത് റഡാറിന്റെ സഹായത്തോടു കൂടി മാത്രമേ ടാർഗറ്റ് ലോക്ക് ചെയ്യാൻ സാധിക്കൂ. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. ആ ഒരു വിമാനത്തിനകത്തുള്ള പൈലറ്റിന്റെ ഹെൽമെറ്റ് മാത്രം തിരിച്ചാൽ മതി. വലത് ഭാഗത്തേക്കാണ് ഹെൽമെറ്റ് തിരിക്കുന്നത് എങ്കിൽ ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റം മുഴുവനും ആ ഒരു ഭാഗത്തേക്ക് തിരിയും. ഇനി ഇടത് ഭാഗത്തേക്കാണെങ്കിൽ അവിടെയുള്ള ടാർഗറ്റ് മിസൈലിന് ഇൻപുട്ട് നൽകാൻ സാധിക്കും. ആ പൈലറ്റ് തന്റെ ഹെൽമെറ്റിനെ ഏത് ഭാഗത്തേക്കാണോ തിരിക്കുന്നത് ആ വിമാനത്തിന്റെ മുഴുവൻ ഡിജിറ്റൽ വിഷനും അദ്ദേഹത്തിന്റെ ഡയറക്ഷൻ അനുസരിച്ചതുപോലെ തന്നെ മാറും. ഇതാണ് ഹെൽമെറ്റ് മൗണ്ടഡ് ഡിസ്പ്ലേ. ഇങ്ങനെ ഈ ഒരു ബേർഡ് സ്ട്രൈക്ക് കാരണം ഹെൽമെറ്റ് മൗണ്ടഡ് ഡിസ്പ്ലേയും തകരാറിലായി. അങ്ങനെ ആ F-35 വിമാനം ആകാശത്തിന് നടുവിൽ വെച്ച് തന്നെ ക്രാഷ് ആകേണ്ടതായിരുന്നു. പക്ഷേ പൈലറ്റിന്റെ കഴിവ് കാരണം അതെങ്ങനെയോ താഴെ കൊണ്ടുവന്നു. പക്ഷെ എക്സ്റ്റൻസീവ് ഡാമേജ് സംഭവിച്ചു. അത് നശിച്ചില്ലെങ്കിലും ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറി. 2019 ഇതുപോലെ ഒരു സംഭവം നടന്നു. ജപ്പാന്റെ ഒരു F-35 വിമാനം, ജപ്പാനിൽ ട്രെയിനിങ്ങിനായി കൊണ്ടുപോയ ഒരു F-35 വിമാനം ഇതുപോലെ ബേർഡ് എയർ സ്ട്രൈക്കിൽ അകപ്പെട്ടു. മൈനർ ഡാമേജസ് മാത്രമേ ഉള്ളൂ. 2 മില്യൺ ചിലവാക്കുകയാണെങ്കിൽ ആ വിമാനത്തെ തിരികെ കൊണ്ടുവരാൻ കഴിയുമെന്നായിരുന്നു അവരുടെ കണക്ക്. എന്നാൽ 30 മില്യണിലധികം അതായി. അതോടുകൂടി ആ ഒരു വിമാനത്തെ മാറ്റിവെച്ചു. ഇതെല്ലാം കഴിഞ്ഞ 3-4 വർഷത്തിൽ നടന്ന സംഭവങ്ങൾ മാത്രമാണ്. എന്നാൽ എടുക്കുകയാണെങ്കിൽ വലിയൊരു ലിസ്റ്റ് തന്നെ നമുക്ക് എടുക്കാൻ സാധിക്കും. ഇങ്ങനെ 60-ലധികം സംഭവങ്ങൾ എയർക്രാഫ്റ്റിന് ഈ ബേർഡ്സ് കാരണം തന്നെ സംഭവിച്ചിട്ടുണ്ട്. അതെല്ലാം എക്സ്റ്റെൻസീവ് ഡാമേജ് 9 സംഭവങ്ങളിൽ നടന്നിട്ടുണ്ട്. ഇപ്പൊ ഈ സംഭവം നടന്നതിന് ശേഷം അതിനുള്ള ഇൻവെസ്റ്റിഗേഷൻസും ആരംഭിച്ചു. പൊതുവെ ഈ എയർക്രാഫ്റ്റിനെ സംബന്ധിച്ച് സിവിലിയൻ എയർലൈൻസ് അല്ലെങ്കിൽ മിലിറ്ററി എയർക്രാഫ്റ്റ്സ് എല്ലാം പറക്കുന്ന സ്ഥലങ്ങളിൽ പല കൗണ്ടർ മെഷേഴ്സ് ഉണ്ടായിരിക്കും ഈ ബേർഡ്സിന് വേണ്ടി മാത്രം. ഈ പക്ഷികൾ എയർക്രാഫ്റ്റ് പോകുന്ന വഴിയെ വരാൻ പാടില്ല എന്നതിന് വേണ്ടി ഡ്രോൺസ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഈ പക്ഷികൾക്ക് ഇഷ്ടമില്ലാത്ത ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുക. ഇങ്ങനെ ഓരോ ടേക്ക് ഓഫിന് മുൻപും ഇവർ ഇതെല്ലാം ചെയ്യാറുണ്ട്. പക്ഷെ ഇതെല്ലാം ആൾട്ടിറ്റ്യൂഡിലും ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ അടുത്തിടെ പോലും സൗത്ത് കൊറിയയുടെ ഒരു എയർലൈൻസ് ക്രാഷ് ആയി. അതിന്റെ എഞ്ചിൻസിൽ ബേർഡ് സ്ട്രൈക്ക് സംഭവിച്ചു. വളരെ ലോ ആൾട്ടിറ്റ്യൂഡിൽ പറന്നപ്പോഴായിരുന്നു ഇതും സംഭവിച്ചത്. ഏകദേശം 180-ലധികം യാത്രക്കാർ അതിൽ മരിച്ചു. ഇങ്ങനെ ബേർഡ് സ്ട്രൈക്ക് കാരണം വളരെ ക്രൂരമായ അന്ത്യം വരെയും സംഭവിച്ചിട്ടുണ്ട്. വെറും ഒരു പക്ഷിയല്ല എന്ന് നമ്മൾ സാധാരണമായതിനെ ചിന്തിക്കും. എന്നാൽ അത് എഞ്ചിനുള്ളിൽ പോയി തട്ടുമ്പോൾ അതിന്റെ മുഴുവൻ സിസ്റ്റം തന്നെ മാൽ ഫംഗ്ഷൻ ആകും. ഇത് കാരണം ലാൻഡിംഗ് ഗിയറിൽ പ്രശ്നമുണ്ടായി നശിച്ച വിമാനങ്ങൾ ഒരുപാടുണ്ട്. ഇതിനെ കൗണ്ടർ ചെയ്യാനായി ബേർഡ്സ് ഓർ വയലറ്റ് എയർക്രാഫ്റ്റ് സ്ട്രൈക്കേഴ്സ് എന്ന ഒരു കോൺസെപ്റ്റ് അവർ ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ അവർക്ക് നല്ല റിസൾട്ടും ലഭിക്കും. പക്ഷെ റെയർ ഇൻസിഡൻസിൽ മാത്രമാണ് എക്സ്റ്റൻസീവ് ഡാമേജസ് ഉണ്ടാകുന്നത്. പക്ഷെ ഇവിടെ ഒരേ ഒരു പ്രശ്നം എന്താണെന്ന് അറിയണ്ടേ? ലോകത്തിൽ ഒരുപാട് എയർക്രാഫ്റ്റ്സ് ഇങ്ങനെ ബേർഡ് സ്ട്രൈക്കിന് ഇരയായി ആക്സിഡന്റ് ഉണ്ടാകുന്നു. ഇവയെല്ലാമായി കമ്പയർ ചെയ്യുമ്പോൾ ഈ F-35 എത്ര തന്നെ ടെക്നോളജിക്കലി മാർവലാണെങ്കിലും, എത്രത്തോളം ടെക്നോളജിയിൽ അത് അധികമാണെങ്കിലും, ബേർഡ് സ്ട്രൈക്കിൽ ചെറിയ ചെറിയ ഡാമേജസിന് അത് വളരെ വൾണറബിൾ ആണ്. കാരണം അതിനെ കൊണ്ട് ഒരുപാട് സമയം സൂപ്പർസോണിക് സ്പീഡിൽ പോകാൻ സാധിക്കില്ല. അങ്ങനെ പോയാൽ അതിന്റെ സ്റ്റെൽത്ത് കോട്ടിംഗ് അങ്ങനെ ഊരി താഴെ വീഴും. അതുപോലെ തന്നെ എല്ലാ എൻവയോൺമെന്റിലും F-35 ഉപയോഗിക്കാൻ സാധിക്കില്ല. പ്രധാനമായും മഴക്കാലത്തിലോ ഇടിമിന്നൽ ഉണ്ടാകുന്ന സമയങ്ങളിലോ F-35 ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.